ഇന്ന് കർക്കിടകം 1 വിശ്വാസത്തിന്റെയും ജീവിതചര്യയുടെയും കൂടിച്ചേരലാണ് മലയാളിക്ക് കർക്കിടക മാസം. ഇനി ഒരു മാസക്കാലം ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഭവനങ്ങളിലും രാമായണ പാരായണത്തിന്റെ ദിനങ്ങൾ കൂടിയാണ്. പേമാരി കോരിച്ചൊരിയുന്ന കർക്കിടകം പണ്ട് പഞ്ഞമാസമായിരുന്നു. പട്ടിണിയും രോഗപീഠകളും ദുരിതം വിതയ്ക്കുന്ന സമയം. ഈ പ്രതിസന്ധികൾ തരണം ചെയ്യാനാണ് പഴമക്കാർ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ശീലമാക്കിയത്. മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമന് കാനനവാസം ഉൾപ്പെടെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അത് മനസ്സിലാക്കുമ്പോൾ കേവലം മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒന്നുമല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. അതിനു പുറമെ ജീവിതത്തിൽ ശുദ്ധിയും ചിട്ടയും ഉറപ്പാക്കുകയും ഒരു ലക്ഷ്യമായിരുന്നു. മുതിർന്നവർ കർക്കിടക മാസത്തിൽ പുലർച്ചെ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച ശേഷം കുളിച്ച് ഭസ്മധാരണം ചെയ്ത് രാമായണം പാരായണം ചെയ്യുകയാണ് പ്രധാന ചടങ്ങ്. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം. കത്തിച്ചുവെച്ച നിലവിളക്കിന് മുന്നിൽ ഓട്ടുകിണ്ടിയിൽ വെള്ളവും അഷ്ടമാംഗല്യവും ഒരുക്കി വെച്ചാണ് രാമായണ പാരായണം. സന്ധ്യാസമയത്തും ഇത് ആവർത്തിക്കും. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ചാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു. പണ്ട് കാലങ്ങളിൽ കർക്കിടക മാസം പഞ്ഞമാസമായിട്ടാണ് കണ്ടിരുന്നത്. ഇന്നിപ്പം അത് മാറി കർക്കിടക മാസം എന്ന് പറയും രാമായണ മാസമായി. ഈ 10-30 ദിവസം രാമായണം ചൊല്ലും. ദുരിതങ്ങളെല്ലാം അകറ്റുവാനും നാട്ടിൽ ഐശ്വര്യം നിറയുവാനും ഇത് വഴിയൊരുക്കുമെന്നാണ് വിശ്വാസം. അമൃത ന്യൂസ്, കോഴിക്കോട്.